സെപ്റ്റംബർ 19-നാണ് കർദിനാൾ ക്രജെവിസ്കി യുക്രൈനിലെ ഇസിയത്തിൽ പുതുതായി കണ്ടെത്തിയ കൂട്ടക്കുഴിമാടങ്ങൾ സന്ദർശിക്കുന്നത്. പാപ്പയുടെ സാമീപ്യം അറിയിക്കാൻ ഇത് 4-ാം തവണയാണ് കർദിനാൾ ക്രജെവിസ്കി യുക്രൈൻ സന്ദർശിക്കുന്നത്. എന്നാൽ ഈ സന്ദർശന വേളയിൽ സെപ്റ്റംബർ 17-ന് ഉണ്ടായ വെടിവയ്പിൽ നിന്ന് കർദിനാൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. യുക്രൈൻ ജനതയുമായി കൂടിക്കാഴ്ച നടത്തുകയും അവർക്കായി സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നതിനിടെയാണ് വെടിവയ്പുണ്ടായത്. പ്രസ്തുത സംഭവം നടന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ കർദിനാൾ കൂട്ടക്കുഴിമാടം സന്ദർശിച്ചതും ശ്രദ്ധേയമായി. റഷ്യൻ സൈന്യത്തിന്റെ കയ്യിൽ നിന്നും തിരിച്ചുപിടിച്ച യുക്രൈന്റെ ഭാഗമായ ഇസിയത്തിലാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കൂട്ടക്കുഴിമാടം കണ്ടെത്തിയത്. 440ഓളം മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. 146 പേരുടെ മൃതദേഹങ്ങൾ ഇതിനോടകം പോലീസിന്റെയും ഫോറൻസിക് വിദഗ്ധരുടെയും 50ഓളം യുവജനങ്ങളുടെയും സഹകരണത്തോടെ മാറ്റിയിട്ടുണ്ട്. മരിച്ചവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണെന്നും കൊല്ലപ്പെട്ടത് 3-4 മാസങ്ങൾക്കിടയിലാണെന്നും ഫോറൻസിക് വിദഗ്ധർ വ്യക്തമാക്കി. നിരവധി മനുഷ്യർ ഒരേ സ്ഥലത്ത് മരിച്ചുകിടക്കുന്നത് കണ്ടു നിൽക്കാനോ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാനോ സാധിക്കുന്നതല്ലെന്ന് കർദിനാൾ ക്രജെവിസ്കി സന്ദർശനത്തിന് ശേഷം വത്തിക്കാൻ ന്യൂസിനോട് പ്രതികരിച്ചു. അതേസമയം പോലീസും ഫോറൻസിക് വിദഗ്ധരും 50ഓളം യുവജനങ്ങളും ഉൾപ്പെടെ 200ഓളം പേർ അവിടെ ഉണ്ടായിരുന്നെങ്കിലും അവർ പാലിച്ചിരുന്ന നിശബ്ദത തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും കർദിനാൾ വ്യക്തമാക്കി. യുവജനങ്ങൾ നിശബ്ദമായി അതീവ ആദരവോടെയാണ് മൃതദേഹങ്ങൾ നീക്കം ചെയ്തതെന്നും മരണമെന്ന യാഥാർത്ഥ്യത്തോട് അവർ കാണിച്ച ആദരവിൽ നിന്നും അനേകം പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു. കൂടാതെ പ്രതികാരം നിഴലിക്കേണ്ട പ്രസ്തുത അവസരത്തിൽ അവർ കരുണയുടെ ജപമാല ഉരുവിട്ടുകൊണ്ടാണ് മൃതദേഹങ്ങൾ നീക്കം ചെയ്തത് എന്നത് അവരുടെ വിശ്വാസ തീക്ഷ്ണതയുടെയും കരുണയുടെയും പ്രതിഫലനമാണെന്നും കർദിനാൾ ചൂണ്ടിക്കാട്ടി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.